ഒരെണ്ണം എനിക്ക് വാങ്ങിച്ചു തരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലസ്സിയുണ്ട്, കുരിശിയുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനുണ്ട്. കാരണം 6 മണി വരെയാണ് സമയം. അപ്പോൾ 6 മണിക്കുള്ളിൽ നമുക്ക് തിരിച്ചു തരാം. സോ ഞങ്ങളെല്ലാവരും ജാതിയായിട്ട് പോവാണ്. 4 പേരുണ്ട്. സോനയും വിജയും വന്നില്ല, മടി പിടിച്ച് റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാം. അപ്പം ഇവിടെ സിസ്റ്ററുണ്ട്, സിസ്റ്ററിൻ്റെ അടുത്ത് പറയട്ടെ. ഇവിടെ എഴുതണം. അല്ല 11 ശരിയാ. 11 കിടന്നിട്ട് നേരത്തെ പോവും. നമ്മളെപ്പോലെ ഇവിടെ 4:30 വരെ ചുമ്മാ കാണിച്ചോണ്ട് നിൽക്കത്തില്ല. ഇത് ബിൻസി വി തോമസ്. ഫുൾ നെയിം എഴുതടി. എന്നാ ഡെസിയ എസ് സെബാസ്റ്റ്യൻ. സെബാനിയോ. ഗൈസ്, നമുക്കിവിടെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. എല്ലാം എഴുതി ഒപ്പിട്ടിട്ടാണ് നമ്മൾ പോകാൻ. കേട്ടോ, കോതമംഗലം കൊടുത്താൽ മതി. അല്ല വേറെ കൂടെ പോകണമെന്ന് പറയാം. എവിടെ പോയാലേ കൂടിപ്പോയ കോതമംഗലം വരെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി സൈഡിലെ വഴി കൂടെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര സൗണ്ട് ഉണ്ട് വണ്ടികളുടെ. നമ്മളിപ്പോൾ നമ്മളുടെ വഴിയിൽ വന്നിരിക്കുക, ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. 10 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടും. അപ്പോൾ നമുക്ക് കോതമംഗലം വരെ ചെന്ന് ഇറങ്ങാനായിട്ട് പറ്റും. എവിടെ ഇറങ്ങണേ? നമ്മൾ കോതമംഗലം സ്റ്റാൻഡിലെത്തി. ഞങ്ങളിപ്പോൾ ഒരു വാച്ച് നന്നാക്കി. ഇവർക്ക് ഭയങ്കര ചമ്മല് ദൈവത്തിന് മാത്രം. ബ്ലഷിങ് ഇതിനൊന്നും നാണില്ല. അപ്പോൾ നമ്മളിപ്പം കോതമംഗലം സ്റ്റാൻഡിൽ എൻ്റെ വാച്ച് നന്നാക്കാൻ പോയിട്ടേക്കാം. അവിടെ അങ്കിൾമാർ വാച്ച് ശരിയായിക്കൊണ്ടിരിക്കും. ചേട്ടന്മാർ ഒരങ്കിള്. ഗൈസ്, നമ്മൾ മുട്ട ബജ്ജി മുളക് ബജ്ജിയൊക്കെ വാങ്ങിച്ചു. ഇതുങ്ങളെല്ലാം കഴിക്കാം. ഞാൻ മുട്ട ബജ്ജിയല്ല, ഞാൻ മുളക് ബജ്ജിയാണ് വാങ്ങിച്ചത്. ശരി, പോയി. ബിൻസിയൊക്കെ മുട്ട ബജ്ജി. എന്താ വാങ്ങിച്ചാൽ? മുട്ട ബജ്ജി. നീ എന്താ വാങ്ങിച്ചാൽ? ഞാൻ മുളക് ബജ്ജി. പിന്നെ മുട്ടയുടെ പൈസ കൊടുക്കണ്ടല്ലോ. മുട്ട ബജ്ജി കാണിച്ച് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഇത് മുളക സാറില്ല, പോട്ടെ. മാറ്റിത്തരാന്ന് പുതിയത് വന്നല്ലോ അല്ലേ. സംഭവം എന്നാ കാര്യം പറ. എന്നത്ര മുട്ട ബജ്ജി പുതിയത് വന്നേ? ഇത് മുട്ടയായിരിക്കും പറഞ്ഞിട്ട് മാറിപ്പോയതാട്ടോ. പാവം ചേച്ചിക്ക് മുളക വന്നത്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ ചേച്ചി പാവം എനിക്ക് മാറ്റിക്കൊണ്ടിട്ടു. ഇതൊന്നും വേണ്ട. അല്ലെങ്കിൽ നല്ല സാധനമൊന്നും ബിൻസിക്ക് ഇഷ്ടമല്ല. എന്തെറ്റി ഇതിനെന്നെ പറ്റി? ഗൈസ്, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം 10 രൂപയ്ക്ക് ബസ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിട്ട് ഒരു സാധനം വാങ്ങിക്കരുത്, കടയിൽ കയറി അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് എന്നെയും കൂട്ടി ഇവർ വന്നത്. പക്ഷെ നോക്കൂ, ഷേക്ക് കുടിക്കുന്നു, ചായ കുടിക്കുന്നു, ബജ്ജി കഴിച്ചു,
ഇനി പുറത്തിറങ്ങുമ്പോൾ അറിയാം ബാക്കി എന്താ സാധനം വാങ്ങിക്കാൻ പോകുന്നത്. പക്ഷെ പുറത്തിറങ്ങിയില്ല ഒരു കാര്യമില്ല, നമ്മൾ ഈ ഹോസ്റ്റലിൽ തന്നെ അടച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ടൂറൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ചില്ലടിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പോകാം. ധൈര്യമായിട്ട് വാങ്ങിച്ചോ, സ്വന്തം കടയാണ്, മൊത്തം എടുത്തോ. എടുക്ക്, വാങ്ങിക്ക്. 10 രൂപ വാങ്ങിച്ചോ. നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ഇനി ഇപ്പോൾ സമയം 5:35 ആയിട്ടുണ്ട്. 5:45 നമുക്ക് ഹോസ്റ്റലിൽ കയറണം. ഡേ ഉണ്ട് അവിടെ പിള്ളേർ. അപ്പോൾ ഗൈസ്, നമ്മൾ കോതമംഗലം പോയിട്ട് നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ടാണ് പോയത്. പക്ഷേ എന്തൊക്കെയോ നടന്നു. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പക്ഷേ എങ്കിൽ സമയം പോയത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സമയം പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളിൽ കയറണം. അപ്പോൾ നമ്മൾ വേഗം പൊക്കോണ്ടിരിക്കുക. ഉണ്ടോ നമ്മുടെ കൂടെ ഇറങ്ങിയ പിള്ളേർ നമ്മുടെ ബാക്കിലുണ്ട്. ഞങ്ങളുടെ ലോറൻസ് ഉണ്ട്. ഞങ്ങൾ എവിടെ പോയതാ? പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. അമ്മേ പെട്ടെന്ന് എത്തും, ഒരു 5 മിനിറ്റിനുള്ളിൽ ഹോസ്റ്റലിലെത്തും. എന്നിട്ട് ലോറൻസ് ഏട്ടന് ആരാന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ പരിചയപ്പെടുത്തു. ഇതാണ് ലോറൻസ് ഏട്ടൻ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമില്ല. ആരാന്ന് മനസ്സിലായല്ലോ, ഞങ്ങളുടെ സെക്യൂരിറ്റി അംഗൾ. ഇതാണ് ഇവിടെ പച്ചക്കറി. ഇന്നെന്താ സ്പെഷ്യൽ? പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ നാളേക്കാ? എന്താ വൈകുന്നേരം കഴിക്കാതെ? ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തിട്ടോ. ടർഫൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, നമ്മൾ ഹോസ്റ്റലിൽ കയറി. അവിടെ നമ്മുടെ കോളേജ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കടയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. നമ്മളൊരു വൈകുന്നേരം എങ്ങനെ എൻജോയ് ചെയ്തു, ഹോസ്റ്റലിലിരിക്കുമ്പോൾ എങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.